ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ മൊഡ്യൂൾ 1-ൻ്റെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായ ചാർപിറ്റ്സ് മെത്തേഡാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള മെത്തേഡാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോൺ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ എന്താണ് നോൺ ലീനിയർ എന്നുള്ളത് ആദ്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. നോൺ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതുവരെ കണ്ട ഇക്വേഷൻസിലൊക്കെ പി ക്യൂ അതിൻ്റെയൊക്കെ പവർ എത്രയാണ്? പവർ 1 ആണ് ഉണ്ടായിട്ടുണ്ടായത് അല്ലേ? പി ക്യൂ എന്നൊക്കെ പറയുന്നതിൻ്റെ പവർ 1 ആയിരുന്നു. മാത്രമല്ല പി ഇൻറ്റു ക്യൂ എന്ന് പറയുന്ന ഒരു ടേം എവിടെയും കണ്ടിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ പിയുടെയും ക്യൂയുടെയും പവർ 1ഉം പിയും ക്യൂവും മൾട്ടിപ്ലൈ ചെയ്യാത്ത പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ലീനിയർ എന്ന് വിളിക്കുക. അപ്പോൾ നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിലേതെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്യാതെ വരുന്ന അവസ്ഥ, അതായത് പിയുടെ അല്ലെങ്കിൽ ക്യൂയുടെ ഡിഗ്രി 1ൽ കൂടുക, പിയും ക്യൂവും മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫാക്ടർ ഉണ്ടാവുക. ഇതിനെയാണ് നമ്മൾ നോൺ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരൊറ്റ മെത്തേഡേ പഠിക്കുന്നുള്ളൂ, ചാർപിറ്റ്സ് മെത്തേഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് കൺഫ്യൂസിങ്ങും ആണ്, അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ ചാർപിറ്റ്സ് മെത്തേഡ് നമുക്കൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. നമ്മൾ അതിൽ ആദ്യം ചെയ്യേണ്ടത് ആ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാ എല്ലാം ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന, ഇപ്പോൾ സപ്പോസ് പി ക്യൂ ഇസ് ഈക്വൽ ടു സെഡ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ തന്നു വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ആദ്യം നമ്മുടെ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ എഫ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, സിമ്പിളാണ്. ഈ പറഞ്ഞിരിക്കുന്ന സെഡിന് എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തിട്ട് ഈക്വൽ ടു 0 ഫോമിൽ എഴുതി വെക്കുക. അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ ഇക്വാലിറ്റിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മാത്രം ഫംഗ്ഷൻ ഒക്കെ മാറ്റിയിട്ട് ഈക്വൽ ടു 0 എന്ന് എഴുതി വെക്കുക. അതിൽ ആ ലെഫ്റ്റ് സൈഡിലുള്ള ഫാക്ടറിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് വിളിക്കും? എഫ് എന്ന് വിളിക്കും. ഇവിടെ ഇപ്പോൾ പി ക്യൂ മൈനസ് സെഡിനെ എഫ് എന്ന് വിളിച്ചത് മാതിരി ആദ്യം എഫ് നമ്മൾ തന്നിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന് എഫ് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ നമുക്ക് വേണ്ടത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് എന്ന് പറയുന്നത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യും, വൈനെ ഡിപ്പെൻഡ് ചെയ്യും, സെഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടാവാം, പി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടാവാം, ക്യൂ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടാവാം. 5 വേരിയബിൾസിനെ എഫ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോൺ ലീനിയർ മെത്തേഡിൽ, അതായത് ചാർപിറ്റ്സ് മെത്തേഡിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് എഫിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ദീസ് 5 വേരിയബിൾസ്, ഈ 5 വേരിയബിൾസിൻ്റെയും റെസ്പെക്ട് ചെയ്തിട്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ലഗ്രാഞ്ചസ് പഠിച്ച സമയത്ത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓക്സിലറി ഇക്വേഷൻ നിങ്ങൾക്ക് പഠിച്ചത് ഓർമ്മയുണ്ടാവും. ഏതാണ്? dx/p = dy/q = dz/r. അതുപോലെ ചാർപിറ്റ്സ് മെത്തേഡിലും ഒരു ഓക്സിലറി ഇക്വേഷൻ ഉണ്ട്. ആ ഓക്സിലറി ഇക്വേഷൻ പക്ഷെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, പഠിക്കാൻ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ്. പക്ഷെ എങ്ങനെയായാലും പഠിച്ചേ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ ഞാൻ പറയാം. ചാർപിറ്റ്സ് മെത്തേഡിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് dx - ∂f/∂p, dx - ∂f/∂p, അല്ലെങ്കിൽ സിമ്പിളായിട്ട് -fp എന്ന് ഡിനോട്ട് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു ക്വസ്റ്റ്യനിൽ എഫ് പി എന്ന് ഡിനോട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഞാൻ ജനറലായിട്ട് പ്രോബ്ലമൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പം എഫ് പി എന്നുള്ള നൊട്ടേഷനും കൂടി യൂസ് ചെയ്യും. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു dy - fq that is equal to dz/p into ∂f/∂p minus q into ∂f/∂q. Okay, then that is equal to dp/∂f/∂x plus p into ∂f/∂z, and that is equal to dq/∂f/∂y plus q into ∂f/∂z. ഇത്രയും ലെങ്തി ആയിട്ടുള്ളൊരു ഓക്സിലറി ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഓക്സിലറി ഇക്വേഷൻ അങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്യാം. അപ്പോൾ dxൻ്റെ താഴെ -fp, dy താഴെ -fq. അത് കമ്പയർ ചെയ്ത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എക്സ് ആവുമ്പം എഫിന് എന്ത് ചെയ്യുക? dx ആവുമ്പം എഫിനെ വിത്ത് റെസ്പെക്ട് ടു പി, നമുക്കറിയാം പി എന്ന് പറഞ്ഞാൽ ∂z/∂x അല്ലേ. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് റിലേറ്റ് ചെയ്ത് പഠിച്ചു നോക്കുക. ദെൻ dy എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ dx -fp ആണെങ്കിൽ dy സ്വാഭാവികമായിട്ട് എന്താക്കുക? ആ പി മാറ്റി ജസ്റ്റ് q അങ്ങ് കൊടുത്തേക്കുക. ദെൻ dz വരുന്ന സമയത്ത് -p into fp, ആ ഒരു ഫ്ലോയിൽ ആ ഒരു ഓർഡർ തന്നെ പഠിക്കുക. -p into fp minus q into fq, that is equal to dp/fx plus p into fz, that is equal to dq/fy plus q into fz. നമുക്ക് ഇതാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് ചാർപിറ്റ്സ് മെത്തേഡിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സിലറി ഇക്വേഷൻ. എങ്കിലും നമ്മൾ മിക്കവാറും കേസിൽ ഈ പറഞ്ഞ സംഭവമാണ്
എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർപ്പിറ്റ്സ് മെത്തേഡിൽ ആദ്യം ചെയ്തത് എഫ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ ഞാൻ പറഞ്ഞു എഫിൻ്റെ 5 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണാൻ പറഞ്ഞു. അത് കണ്ടുപിടിക്കുന്നത് എന്തിനാ? ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ്. ഓക്കെ, ദെൻ നമ്മുടെ എയിം എന്താ? നമ്മുടെ എയിം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഓക്സിലറി ഇക്വേഷൻ ഉപയോഗിച്ച് പിൻ്റെയും ക്യൂൻ്റെയും വാല്യൂ കാണാം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഇവിടെ ചെയ്യുന്ന മെത്തേഡ് ഈ 5 ഇക്വേഷൻ നിർബന്ധമായിട്ടും ഈ 5 ഇക്വേഷൻ ഇങ്ങനെ എഴുതി വെക്കണം. അതിനുശേഷം നമുക്ക് മിക്കവാറും യൂസ് ചെയ്യാനുണ്ടാവും ഈ ലാസ്റ്റ് 2 പിയും ക്യൂവും തമ്മിലുള്ള റിലേഷൻ. നമുക്ക് പിയും ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, സ്മോൾ പിയും സ്മോൾ ക്യൂവും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ട റിലേഷൻ എന്തായിരിക്കും? ഡി പി ബൈ എഫ് എക്സ് പ്ലസ് പി ഇൻറ്റു എഫ് സെഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ എഫ് വൈ പ്ലസ് ക്യൂ ഇൻറ്റു എഫ് സെഡ്. നിർബന്ധമായിട്ടും അത് ബൈഹാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാം ബൈഹാർട്ട് ചെയ്യണം. ഇത് ഒരു കാരണവശാലും മറന്നു പോകാൻ പാടില്ല. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഇക്വേഷനാണ് ഡി സെഡ് ഇസ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഡി സെഡ് ഇസ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ. ദെൻ ഞാൻ പറഞ്ഞു പിയുടെയും ക്യൂയുടെയും വാല്യൂ എന്തുപയോഗിച്ച് കണ്ടുപിടിക്കണം? ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കണം. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ പിയുടെ വാല്യൂയും ക്യൂയുടെ വാല്യൂയും ഡി സെഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊണ്ടു കൊടുക്കുക. ദെൻ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ എയിം എന്താ? ടി സെഡ് അല്ല, സെഡ് ആണ്. ഇതിൻ്റെയൊക്കെ ഡെറിവേഷനൊക്കെ വളരെ ലെങ്തി ആയിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും നമ്മുടെ സിലബസ് പറയാത്തതുകൊണ്ട് തൽക്കാലം ഞാനിങ്ങനെ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. പിന്നെ ഈ പറഞ്ഞ കാര്യം, അതായത് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ വേറെ നിവർത്തിയില്ല. പാർഷ്യൽ ഡെറിവേറ്റീവിൽ കുറച്ച് ടഫായിട്ടുള്ള കുറേ സംഭവങ്ങളാണ് നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ നിങ്ങൾ ഓൾറെഡി ഫിസിക്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളും അതിൻ്റെ കൂടെ കുറച്ച് വരുന്ന സിമ്പിളായിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് അവിടെ ആ പറഞ്ഞിരിക്കുന്ന മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ പോകും. ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാനിതൊക്കെ മൊഡ്യൂൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഒരു സീരീസ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരും. അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ ഡി സെഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈയിൽ അതിലേക്ക് കൊടുക്കുക. അതിൽ നിന്ന് നമുക്ക് എന്ത് വേണം? സെഡ് ആണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സെഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രോബ്ലം വെച്ച് പറഞ്ഞുതരാം, അതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. നോക്കുക, ഫൈൻഡ് ദ കംപ്ലീറ്റ് ഇൻ്റഗ്രൽ. ശ്രദ്ധിക്കുക, കംപ്ലീറ്റ് ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ജനറൽ സൊല്യൂഷൻ. ഈ പറഞ്ഞിരിക്കുന്ന സൊല്യൂഷന് പകരം ഉപയോഗിക്കുന്ന ഒരു വേർഡാണത് ഇൻ്റഗ്രൽ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ ഡിഫറൻഷ്യലിൻ്റെ കേസിൽ സൊല്യൂഷന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ജനറൽ സൊല്യൂഷൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? അല്ലെങ്കിൽ കംപ്ലീറ്റ് സൊല്യൂഷൻ അങ്ങനെയൊക്കെ ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ കുറേ മെത്തേഡ് പഠിച്ചല്ലേ, കുറേ മെത്തേഡ് പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്? ലഗ്രാഞ്ചേഴ്സ് പഠിച്ചു. പിന്നെന്താണ്? നമ്മുടെ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ പഠിച്ചു. ഓക്കെ, പിന്നെ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ മെത്തേഡ് പഠിച്ചു. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏത് ഫോമിലാണെന്ന് നോക്കുക. ഈ പറഞ്ഞിരിക്കുന്ന 3 സാധനവും നമുക്ക് എപ്പോഴേ പറ്റുള്ളൂ? ലീനിയർ ആകുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, പക്ഷേ തന്നിരിക്കുന്നത് നോൺ ലീനിയർ ആണെങ്കിൽ നേരെ എന്തിൽ തന്നെ പോവുക? ചാർപ്പിറ്റ്സ് മെത്തേഡ്. ഒരു കൺഫ്യൂഷൻ വേണ്ട, നേരെ ചാർപ്പിറ്റ്സ് മെത്തേഡിലേക്ക് പോയേക്കാം, വേറെ വഴിയില്ല. ഓക്കെ, സോ ഇവിടെ ആദ്യം ചെക്ക് ചെയ്യുക തന്നിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ. എങ്ങനെ ചെക്ക് ചെയ്യുക? ഇവിടെ നോക്കുന്ന സമയത്ത് പിയുടെ പവർ എത്രയാ? പിയുടെ പവർ 2 ആണ്. സോ ഇതെന്താണ്? ഒരു നോൺ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ ഈ ഇക്വേഷൻ ആദ്യം തന്നെ അവിടെ എഴുതി വെക്കണം. ഇറ്റ്സ് എ നോൺ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദെൻ നമുക്ക് ഇനി സോൾവ് ചെയ്യണമെങ്കിൽ ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ. ഏതാത്? ചാർപ്പിറ്റ്സ് മെത്തേഡ്. അപ്പോൾ അതിനാദ്യം നമ്മൾ എഫ് കണ്ടുപിടിക്കണം. എഫ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഒന്നിക്കൽ എന്ത് ചെയ്യുക? ക്യൂവിനെ അങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ എന്ത് വരും? 0 ഈക്വൽ ടു 3 പി സ്ക്വയർ മൈനസ് ക്യൂ, അല്ലെങ്കിൽ ക്യൂ മൈനസ് 3 പി സ്ക്വയർ ഈക്വൽ ടു 0. രണ്ടും ശരിയാണ്. ഓക്കെ, ഇതിൽ രണ്ടിൽ ഏതെടുത്ത് ചെയ്താലും ഇതിൻ്റെ ആൻസർ ശരി തന്നെയാണ്. ഓക്കെ, ചെറിയൊരു നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ വേണ്ട. തൽക്കാലം ഇവർ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കുന്നത് മാത്രം 3 പി സ്ക്വയർ മൈനസ് ക്യൂ ഈക്വൽ ടു 0. അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാകുമ്പം ഈ ഡിഫറൻസിയേഷൻ ഡെറിവേറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. തിരിച്ചെടുത്താലും ഒരു കുഴപ്പമില്ല, അത് മനസ്സിൽ വെക്കുക. ദെൻ എഫ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്താ? നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ എന്താ? ചാർപ്പിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻസ് എന്താണ്? ആ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതി വെക്കുക. ദെൻ അതിലേക്ക് വേണ്ടുന്ന ഡെറിവേറ്റീവ്സ് കംപ്ലീറ്റ് ആയിട്ട് ആലോചിച്ച് നോക്കുക. എന്തൊക്കെ വേണം? എഫ് എക്സ് വേണം, എഫ് വൈ വേണം, എഫ് സെഡ് വേണം, എഫ് എക്സ് വേണം, എന്ത് വേണം? എഫ്
വൈയും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരേണ്ടത്. ഇത്രയും 5 ഡെറിവേറ്റീവ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ 5 ഡെറിവേറ്റീവ്സ് ഏത് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കണം? നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു പി ക്യൂ എന്ന് പറയുന്ന ഇക്വേഷൻ 1 ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അതിൽ ആദ്യം എഫ് എക്സ്. ഓക്കെ, എഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? എഫ് എക്സ് ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പം ഇവിടെ എന്തില്ല, എക്സിൻ്റെ ടേം ഇല്ല. സോ എഫ് എക്സ് ഈക്വൽ ടു 0. അതുപോലെ എഫ് വൈയുടെ ടേം ഉണ്ടോ? ഇല്ല, 0. ദെൻ എഫ് സെഡ് ഈക്വൽ ടു എന്താ? 0, കാരണം സെഡിൻ്റെ ഫംഗ്ഷൻ ഇല്ല. ദെൻ പിയുടെ ഇതിലേക്ക് വരിക എഫ് പി, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തുണ്ട്? 3p² മൈനസ് ക്യൂ ആണ്. സോ 6p മൈനസ് സെഡിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് 0. ദെൻ എഫ് ക്യൂ ഇസ് ഈക്വൽ ടു എന്ത് വരും? 3p² 0, എഫ് ക്യൂ ഇസ് ഈക്വൽ ടു -1 വരും. ഓക്കെ, അപ്പോൾ എഫ് എക്സ് കിട്ടി, എഫ് വൈ കിട്ടി, എഫ് സെഡ് കിട്ടി, എഫ് പി കിട്ടി, എഫ് ക്യൂ കിട്ടി. അപ്പോൾ 5 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമുക്ക് കിട്ടി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സിലറി ഇക്വേഷൻ നമുക്കറിയാം. ചാർപിറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സിലറി ഇക്വേഷൻ. സോ ഈ പറഞ്ഞിരിക്കുന്ന 5 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് കൊടുത്തേക്കാം, വേറൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. അതിൽ ആദ്യത്തെ ഡി എക്സ് ബൈ എന്തായിരുന്നു? ഡി എക്സ് ബൈ മൈനസ് എഫ് പി എന്നാണ് വരിക. ഡി എക്സ് ബൈ മൈനസ് എഫ് പി. ജസ്റ്റ് ഇപ്പോഴത്തെ ഇക്വേഷൻ കൂടി കമ്പയർ ചെയ്തിട്ട് ഓർമ്മിക്കുക. ഡി എക്സ് ബൈ മൈനസ് എഫ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? 6p ആണ്. സോ മൈനസ് 6p. ദെൻ ഇപ്പുറം വരുന്ന സമയത്ത് ഡി വൈ ബൈ മൈനസ് എഫ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എഫ് ക്യൂ എന്ന് പറഞ്ഞാൽ -1, അത് 1 ആയിട്ട് മാറും. ബാക്കി ഈ പറഞ്ഞിരിക്കുന്ന എഫ് എക്സ് എഫ് സെഡ് ഒക്കെ 0 ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, പി മൈനസ് പി ഇൻറ്റു എഫ് പി. പി ഇൻറ്റു എഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -6p² മൈനസ് ക്യൂ ഇൻറ്റു -1, ദാറ്റ് ഈസ് പ്ലസ് ക്യൂ ആയിട്ട് മാറും. സോ ഇത് -6p² ആണ് പ്ലസ് ക്യൂ. ബാക്കി ടേംസ് ഒക്കെ എന്താവും? 0 ആവും. ഓക്കെ, ദെൻ ഇത് ലാസ്റ്റത്തെ 2 ടേംസ് മാത്രം നോക്കുക. ഈ ഇക്വേഷന് ഇത് ഇക്വേഷൻ 2 എടുക്കുക. ഈ ഇക്വേഷനിൽ ജസ്റ്റ് ആലോചിച്ച് നോക്കുക. ലാസ്റ്റത്തെ, അതായത് ഞാൻ പറഞ്ഞത് 5 ഇക്വേഷൻസ് ഉണ്ടാവും ഇതിൻ്റെ അകത്ത്, 5 ടേംസ് ഉണ്ടാവും. ഇതിൽ നമുക്ക് ലാസ്റ്റത്തെ 2 ടേംസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അതാണ് എടുത്തത്. ഡി പി ബൈ 0 പ്ലസ് പി ഇൻറ്റു 0. ഇവിടെ 0 എന്ന് പറഞ്ഞാൽ എന്താ? എഫ് എക്സ് ആണ്. പി ഇൻറ്റു എഫ് സെഡ് എന്നാണ്, അത് ഓർമ്മിക്കുക. അതുപോലെ ഡി ക്യൂ ബൈ എന്ത് വരും? ക്യൂ പ്ലസ് എഫ് വൈ പ്ലസ് ക്യൂ ഇൻറ്റു എഫ് സെഡ് ആണ്. അപ്പോൾ എഫ് എക്സിൻ്റെയും എഫ് വൈൻ്റെയും വാല്യൂ 0 ആയതുകൊണ്ടാണ് അവിടെ കൊടുത്തത്. അതുപോലെ എഫ് സെഡിൻ്റെ വാല്യൂയും 0 ആയതുകൊണ്ടാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, ആ കൊടുത്തുകൊണ്ടാണ് അവിടെ കംപ്ലീറ്റ് 0 വന്നത്. അപ്പം നമ്മളിവിടെ നോക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ വേണ്ട. ഡി പി ബൈ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ 0 എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് താഴെയുള്ള ഏതോ ടേമിന്, അതായത് പി എന്ന് പറയുന്ന ടേമിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഡി പി കിട്ടി, താഴെ അതേപോലെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടി? 0 കിട്ടി. എന്ന് വെച്ചാൽ ഡി പി എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്? 0 ആണ്. അതുപോലെ ഡി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡി ക്യൂ എന്ന് പറഞ്ഞാലും 0 ആണ്. നമ്മൾ സാധാരണ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എ ബൈ ബി ഈക്വൽ ടു 2 എന്ന് എടുക്കാറില്ലേ? എ ബൈ ബി ഈക്വൽ ടു 2 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എ ഈക്വൽ ടു എന്താണ്? 2b എന്ന് എടുക്കാറില്ലേ? അതുപോലെയാണ്. പക്ഷെ ഇവിടെ 0യുടെ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി മാത്രമാണ്. ഇതൊരിങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല. 0 കൊണ്ട് നമുക്ക് ഒരിക്കലും തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒന്നല്ല പഠിപ്പിക്കുന്നത്. ഈ കേസിൽ മണ്ടത്തരാണ്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ ഇപ്പം എന്ത് വരും? ഡി പി ബൈ 0 ഈക്വൽ ടു സം കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പോൾ ഡി പി ഈക്വൽ ടു എന്തായിരിക്കും എന്ന് ആലോചിക്കുക. 0 × k. അങ്ങനെ ഒരിക്കലും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ജസ്റ്റ് ഓർമ്മിക്കാൻ വേണ്ടി മാത്രം അത് ഓർമ്മിക്കുക. ഡി പി ഈക്വൽ ടു 0 ആയിരിക്കും. ഡി പി 0 ആവണമെങ്കിൽ പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കണം. അതിനെ ഞാൻ എന്ത് വിളിക്കുന്നു? എ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെത്തേഡ്. അപ്പോൾ നമ്മുടെ മെത്തേഡ് ഒന്നും കൂടി ഓർമ്മിക്കുക. ഫസ്റ്റ് ഓക്സിലറി ഇക്വേഷൻ, ദെൻ ആ ഓക്സിലറി ഇക്വേഷനിലേക്ക് എഫ് ഉപയോഗിച്ചിട്ടുള്ള ഡെറിവേറ്റീവ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ശ്രദ്ധിക്കുക, ഡി പി ആൻഡ് ഡി ക്യൂ ഇൻവോൾവ് ചെയ്യുന്ന ലാസ്റ്റത്തെ 2 ഇക്വേഷൻസ് മാത്രം എടുത്തിട്ട് നമ്മൾ സോൾവ് ചെയ്യാണ്. ഇവിടെ ഇപ്പം 0 ആയതുകൊണ്ട് ആ ഒരു ഇക്വേഷൻ്റെ ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. മറ്റേ കേസിൽ 2 ഇക്വേഷൻ വരും. അന്നേരം ഞാനത് അടുത്ത പ്രോബ്ലം തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷനിൽ തന്നെ 0 ആയതുകൊണ്ട് പി ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടി? പി ഈക്വൽ ടു എ എന്ന് കിട്ടി. ദെൻ നമ്മൾ പിയുടെ വാല്യൂ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ 2 രീതിയിൽ സൊല്യൂഷൻ കിട്ടും. പക്ഷേ ഞാൻ ഒരു ജനറൽ ഫോർമാറ്റ്, അതായത് ഇതേപോലെ നിങ്ങൾക്ക് എന്തും കിട്ടും. ഡി ക്യൂ ബൈ നമ്മുടെ 0 ഈക്വൽ ടു എന്നുള്ളൊരു ഫോമിലേക്ക് വരും. സോ ഡി ക്യൂ ഈക്വൽ ടു എന്ത് വരും? 0 വരും. അതുപോലെ ക്യൂ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു
ആർബിട്രറി കോൺസ്റ്റന്റ് വരും. സോ ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് ഒറ്റയടിക്ക് ആ രീതിയിൽ കിട്ടും. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കി തരേണ്ടത് മാത്രമാണ് ഞാനൊരു കുറച്ച് വളഞ്ഞ വഴിയിലൂടെ സോൾവ് ചെയ്യാൻ നോക്കുന്നത്, ആ ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാ പ്രോബ്ലത്തിൽ സിമ്പിളായിട്ട് തരില്ല. സോ ഡി പി ഈക്വൽ ടു 0, സോ പി ഈക്വൽ ടു എ. ഈ ഇക്വേഷൻ എടുത്തു. നമ്മൾ എപ്പോഴും സോൾവ് ചെയ്യേണ്ടത് നമ്മുടെ സൊല്യൂഷൻ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ, തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്, 3p² - q = 0 ആണ് നമ്മുടെ തന്നിരിക്കുന്ന 3p² - q = 0 ആണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ അല്ലേ, നമ്മൾക്ക് തന്നിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദെൻ ഇവിടെ നമുക്ക് p = എന്ത് കിട്ടി, p = a കിട്ടി. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് q കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ q = എന്ത് വരും, 3a². ഓക്കെ, അപ്പോൾ p = എന്ത് കിട്ടി, a കിട്ടി. q = എന്ത് കിട്ടി, 3a² കിട്ടി. ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് ഇതിൻ്റെ കേസ് കംപ്ലീറ്റ് ഇൻ്റഗ്രൽ എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. അത് തൽക്കാലം ഇതാക്കണ്ട, കൺഫ്യൂഷൻ ആവണ്ട. ഞാനിപ്പോൾ പറഞ്ഞ മെത്തേഡ് തന്നെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ 3p² - q = 0. അപ്പോൾ എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന p = a എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കൊടുക്കുക. സോ നമുക്ക് q = എന്ത് കിട്ടും, 3a² എന്ന് കിട്ടും. അങ്ങനെ രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പിയുടെയും ബിയുടെയും വാല്യൂ കൊണ്ടുപോയിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. നമ്മുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ, dz = pdx + qdy. പിയുടെ വാല്യൂ എന്താ, a ആണ്. ക്യൂയുടെ വാല്യൂ എന്താ, 3a² ആണ്. രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ dz = എന്ത് വരും, dz = adx + 3a² dy. ദെൻ ഓൺ ഇൻ്റഗ്രേറ്റിംഗ് എന്ത് കിട്ടും, രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ ഇൻ്റഗ്രൽ dz = ഇൻ്റഗ്രൽ adx + ഇൻ്റഗ്രൽ 3a² dy. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ dz എന്ന് പറഞ്ഞാൽ എന്താ, z = a × x അല്ലേ പ്ലസ് 3a² y പ്ലസ് എന്തുണ്ടാവും, സം ആർബിട്രറി കോൺസ്റ്റന്റ് b വരും. ഇതാണ് സൊല്യൂഷൻ. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. z = ax + 3a² y. ഇതാണ് നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ, തന്നിരിക്കുന്ന നോൺ ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അയ്യോ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാർപിറ്റ്സ് മെത്തേഡാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചാർപിറ്റ്സ് മെത്തേഡിനെ പറ്റി നമ്മൾ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ പോലെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തരുന്ന ഇക്വേഷൻ ഏത് ഫോമിൽ ഉണ്ടാവുക, f(x, y, z, p, q = 0) എന്ന് പറഞ്ഞ ഫോമിൽ ഒരു നോൺ ലീനിയർ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ, നോൺ ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. എന്താണ് തന്നിരിക്കുന്ന ഇക്വേഷനിലെ സ്മോൾ പിയുടെയും സ്മോൾ ക്യൂയുടെയും പവർ എന്താവുക, പവർ 2 അല്ലെങ്കിൽ 3 p³ + q³ y = z³ ഇങ്ങനെയൊക്കെ വരുന്ന എന്താവുക, പിയുടെയും ക്യൂയുടെയും പവേഴ്സ് എന്താവുക, ഒന്നിന് കൂടുന്ന സമയത്താണ് നമ്മൾ എന്ത് വിളിക്കുക, അതിനാ നോൺ ലീനിയർ എന്ന് വിളിക്കുക. ആ സമയത്താണ് നമ്മൾ എന്ത് മെത്തേഡ് ഉപയോഗിക്കുക, ചാർപിറ്റ്സ് മെത്തേഡ് സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സപ്പോസ് നമുക്കൊരു മെത്തേഡ് ജസ്റ്റ് ആണെന്ന് പറയാം. f(x, y, z, p, q = 0) എന്ന് പറഞ്ഞൊരു നോൺ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബേസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. dx/(-fp) എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, fp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷന് എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തിട്ട് =0 എന്നുള്ള ഫോമിലേക്ക് മാറ്റണം. ഓക്കെ, എന്നിട്ട് f ഐഡന്റിഫൈ ചെയ്യുക. ദെൻ fp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താ, ∂f/∂p ആണ്. ഞാൻ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ∂f/∂p-നെയാണ് നമ്മൾ fp എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ fq എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, fq എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ∂f/∂q. അതുപോലെ fx എന്ന് പറഞ്ഞാൽ എന്ത് വരും, fx = ∂f/∂x. ഇങ്ങനെ ഓരോ നൊട്ടേഷനും f(z) എന്ന് പറഞ്ഞാൽ ∂f/∂z, അങ്ങനെ ഓരോ നൊട്ടേഷനും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഈ ഇക്വേഷൻ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് ബൈഹാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോൺ ലീനിയർ ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ, അപ്പോൾ നോൺ ലീനിയർ ഇക്വേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തന്നിരിക്കുന്ന ഇക്വേഷനിൽ പിയുടെയോ ക്യൂയുടെയോ പവർ എന്താവുക, 1 കൂടുതലാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ എന്ത് പറയാം, അവിടെ ഒരു നോൺ ലീനിയർ ഇക്വേഷൻ ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്, ചാർപിറ്റ്സ് മെത്തേഡ് ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പം ഇതാണ് സപ്പോസ് p³ + q³ y = z³ ആണെങ്കിൽ ആദ്യം നമ്മൾ ഇതിനകത്ത് f ഐഡന്റിഫൈ ചെയ്യണം. f ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഇതിനെ =0 ഫോമിലേക്ക്, ഇപ്പോൾ റൈറ്റ് സൈഡിൽ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തിട്ട് =0 എന്നുള്ള ഫാക്ടർ ആക്കുക. എന്നിട്ട് ഈ കംപ്ലീറ്റ് ഫാക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, f എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്തത്.
ദെൻ ആ എഫ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഈക്വേഷനിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് 5 ഇക്വേഷനിലേക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, മിക്കവാറും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന ഇക്വേഷൻ ഇതായിരിക്കും. ബാക്കി ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും നിങ്ങൾക്ക് തരാൻ ചാൻസ് ഉള്ളതാണ് പറയുന്നത്. കൂടുതലും ലാസ്റ്റത്തെ dp/fx പ്ലസ് p ഇൻറ്റു എഫ് സെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു dq ബൈ fy പ്ലസ് q ഇൻറ്റു എഫ് സെറ്റ് എന്ന് പറയുന്ന ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് എന്ത് കിട്ടും? ആദ്യം നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് നമുക്ക് കിട്ടും ഒന്നിക്ക് p അല്ലെങ്കിൽ q, ഇതിലേതെങ്കിലും ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഒരു ക്യൂയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂ കൊണ്ടുപോയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ p കിട്ടും. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ dz ഈക്വൽ ടു p dx പ്ലസ് q dy ആണ് ജനറൽ ആയിട്ട് ഒരു നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നോൺ ലീനിയർ എന്നുള്ളതല്ല, സാധാ പാർഷ്യലായിട്ട് വരുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ആണെങ്കിലും നോൺ ലീനിയർ ആണെങ്കിലും ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും തന്നെയാണ് dz ഈക്വൽ ടു p dx പ്ലസ് q dy തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ ലീനിയറിന് വേണ്ടി ഓൾറെഡി ഒരു മെത്തേഡ് ലഗ്രാഞ്ചസ് മെത്തേഡ് പ്രത്യേകം പഠിക്കുന്നത് കൊണ്ട് നോൺ ലീനിയറിന്റെ കേസിൽ മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സ് മെത്തേഡ് യൂസ് ചെയ്യാം. അതപ്പം ശ്രദ്ധിക്കാം. അപ്പോൾ dz ഈക്വൽ ടു p dx പ്ലസ് q dy, ദെൻ പിയും ക്യൂവും നമുക്ക് ഇൻ ടേംസ് ഓഫ് എക്സ് വൈ സെഡ് ആണ് കിട്ടുക. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷന് ജസ്റ്റ് അതാണ് സോൾവ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോൾവ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഈ കംപ്ലീറ്റ് ആയിട്ട് പിയും ക്യൂവും കിട്ടിയതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക നമ്മുടെ സൊല്യൂഷൻ. ഇതാണ് ചാപ്റ്റേഴ്സ് മെത്തേഡിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. പ്രോബ്ലം പറയുന്നത് സോൾവ് p² പ്ലസ് q² ഇൻറ്റു y ഈസ് ഈക്വൽ ടു qz. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് തന്നിരിക്കുന്നത് ഏത് ടൈപ്പ് ഇക്വേഷൻ ആണെന്ന് നോക്കണം. ഏത് ടൈപ്പ് ഇക്വേഷൻ ആണെന്ന് എങ്ങനെ മനസ്സിലായ? നമ്മളിവിടെ നോക്കുന്ന സമയത്ത് p² പ്ലസ് q² എന്നുണ്ട് അല്ലേ. അപ്പോൾ p² പ്ലസ് q² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് p² പ്ലസ് q² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോൺ ലീനിയർ ഇക്വേഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യം നോൺ ലീനിയർ ആണ്. സോ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? നോൺ ലീനിയർ ആയതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കേണ്ട മെത്തേഡ് ചാർപിറ്റ്സ് മെത്തേഡ് ആണ്. ഓക്കെ, ദെൻ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം പറഞ്ഞതുപോലെ ഫസ്റ്റ് ചെയ്യുന്നത് ഫൈൻഡ് എഫ് ആണ്. ഓക്കെ, എഫ് എന്നുള്ളത് ഏതാണ് വാല്യൂ എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. സോ ആ എഫ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി ജസ്റ്റ് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് qz ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. സോ നമുക്ക് കിട്ടും എന്ത് p² പ്ലസ് q² ഇൻറ്റു y ദാറ്റ് ഈസ് ഇൻറ്റു y മൈനസ് qz നെഗറ്റീവ് ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്ന സമയത്ത് q ഇൻറ്റു z ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ഇതിന് ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. ഈ ഇക്വേഷനെയാണ് ഈ പാർട്ടാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? എഫ് എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, എഫ് ഇസ് ഈക്വൽ ടു ഇവിടെ എഴുതി വെക്കാം. എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ? p² പ്ലസ് q² ഇൻറ്റു y മൈനസ് qz. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു p² പ്ലസ് q² ഇൻറ്റു y മൈനസ് qz ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ദെൻ അടുത്തത് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ചാർപിറ്റ്സ് മെത്തേഡിന്റെ ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതി വെക്കുക. ഈ കംപ്ലീറ്റ് ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒരു സമയം കളയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും തന്നിരിക്കുന്ന ഈ ഓർഡർ തന്നെ എഴുതി പഠിക്കാം. ഒരു ഓർഡറില്ലാണ്ട് വെറുതെ ഇങ്ങനെ നോട്ടിലേക്ക് എഴുതിയിട്ട് കാര്യമില്ല. ആ ഓർഡർ തന്നെ കീപ്പ് ചെയ്യാം. ജസ്റ്റ് എഫ് ഐഡന്റിഫൈ ചെയ്യാം. അതിനുശേഷം നേരെ താഴെ എന്ത് ചെയ്യാം, അതിന്റെ നേരെ ഇവിടെ എഫ് എഴുതി വെക്കണം ആദ്യം. അതിനുശേഷം ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എഴുതി വെക്കുക. ദെൻ ഈ ഇക്വേഷനിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എഫ് പി വേണം, ദെൻ എഫ് ക്യൂ വേണം, ദെൻ വേണ്ടുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ് എഫ് എക്സ് വേണം, എഫ് സെഡ് വേണം, എഫ് വൈ വേണം. ഈ പറഞ്ഞിരിക്കുന്ന 5 പാർഷ്യൽ ഡെറിവേറ്റീവ്സും ഈ എഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം ഞാൻ ചെയ്യുന്നത് എഫ് പി ആണ്. എഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന് വിത്ത് റെസ്പെക്ട് പി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, p² പ്ലസ് q² ഇൻറ്റു y ആണ്. അപ്പൊ അതിൽ എന്ത് ടേം ഉണ്ട്? p² ഉണ്ട്. സോ p² എന്താണ് നോക്കാം. ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി, ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിനെ ജസ്റ്റ് വേണമെങ്കിൽ p² y ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. p² y പ്ലസ് എന്ത് വരും? q² y മൈനസ് qz. ഇതൊരു എളുപ്പത്തിന് വേണ്ടി മാത്രമാണ്, ഇത് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇതില്ലാണ്ട് ചെയ്യാൻ പറ്റുന്നവരാണ് അങ്ങനെ ചെയ്തേക്കാം. ഓക്കെ, ദെൻ എഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? ഈ പറഞ്ഞിരിക്കുന്ന p² y വിത്ത് റെസ്പെക്ട് ടു പി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഒരു കാര്യം മൈൻഡിൽ ഉണ്ടാവണം,
5 വേരിയബിൾസ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ഇക്വേഷനിലേക്ക് ഉണ്ടാവുക. എന്തൊക്കെയാണ്? എക്സ് ഉണ്ടാവാം, വൈ ഉണ്ടാവാം, സെഡ് ഉണ്ടാവാം, പി ഉണ്ടാവാം, ക്യൂ ഉണ്ടാവാം. അപ്പം വിത്ത് റെസ്പെക്ട് പി ചെയ്യുന്ന സമയത്ത് ബാക്കി 4 വേരിയബിൾ എന്തായിട്ട് എടുക്കണം? കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, സോ എഫ് പി വരുന്ന സമയത്ത് പി സ്ക്വയറിൻ്റെ 2 ഇൻറ്റു പി ഇൻറ്റു ദെൻ വൈ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. സോ പി സ്ക്വയറിന്റെ 2p ഇൻറ്റു വൈ. ദെൻ ബാക്കി ഫാക്ടറൊക്കെ പിയുടെ അല്ല, സോ അത് നോക്കേണ്ട ആവശ്യമില്ല. ദെൻ എഫ് ക്യൂ എന്ന് പറയുന്നത് എന്താവും? എഫ് ക്യൂ സീക്വൽ ടു ഫസ്റ്റ് ടേം എന്താവും? പി സ്ക്വയർ വൈ കോൺസ്റ്റന്റ് 0. ദെൻ ക്യൂ സ്ക്വയർ വൈയുടെ വൈ കോൺസ്റ്റന്റ് ക്യൂ സ്ക്വയറിൻ്റെ 2q ഇൻറ്റു വൈ. അഗെയിൻ ഇവിടെ മൈനസ് ക്യൂ സെറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂയുടെ ഫാക്ടർ ആണ്. സോ എന്തുണ്ടാവും? z ഇൻറ്റു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് q വിത്ത് റെസ്പെക്ട് ടു q. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് കിട്ടും? z എന്ന് കിട്ടും. ദെൻ അടുത്തത് എഫ് എക്സ് ആണ്. എഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ വരിക? എഫ് എക്സ് ഇസ് ഈക്വൽ ടു നോക്കി കഴിഞ്ഞാൽ ഇവിടെ എന്തില്ല? എക്സിന്റെ ഒരു ഫാക്ടറും ഇല്ല. എല്ലാം എന്താണ്? പി ഉണ്ട്, വൈ ഉണ്ട്, ക്യൂ ഉണ്ട്, സെഡ് ഉണ്ട്. സോ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തിനാ കിട്ടാം? 0 തന്നെയാണ് കിട്ടാം. ദെൻ എഫ് വൈ എടുത്തു കഴിഞ്ഞാലോ എഫ് വൈ ഇസ് ഈക്വൽ ടു നോക്കുക, ഈ പറഞ്ഞിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആദ്യത്തെ പി സ്ക്വയർ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുന്ന സമയത്ത് വൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. പി സ്ക്വയർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ പി സ്ക്വയർ അഗെയിൻ ക്യൂ സ്ക്വയർ വൈ നമുക്ക് എന്ത് കിട്ടും? ക്യൂ സ്ക്വയർ. ദെൻ ലാസ്റ്റ് ഫാക്ടേഴ്സ് എന്താ? ക്യൂ സെഡ് ആണ്, കോൺസ്റ്റന്റ് ആണ്, വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുന്നുണ്ട്. സോ അത് അവിടെ തീർന്നു. ദെൻ നമുക്ക് വരുന്ന ഒരു ഫാക്ടർ ആണ് എഫ് സെഡ്. എഫ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു വൈ കംപ്ലീറ്റ് ആയിട്ട് എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം, 0 ആണ്. മൈനസ് ക്യൂ സെഡിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ക്യൂ സെഡിന്റെ മൈനസ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സെഡിന്റെ 1. സോ മൈനസ് ക്യൂ. അപ്പൊ ഇത്രയും സെറ്റ് ഇക്വേഷൻസ് ജസ്റ്റ് എന്ത് ചെയ്യാം? നമ്മൾ ഈ ഇക്വേഷന് 2 എന്ന് വിളിക്കുന്നു. ഇതാണ് നമ്മുടെ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ഓക്കെ, ബേസ് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പൊ നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇക്വേഷൻ 2 എന്ന് പറയുന്നത് എന്തിൽ കൊടുക്കുക? ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ സ്റ്റാർ. ഇക്വേഷൻ സ്റ്റാറിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ടേം എന്താവും? ഡി എക്സ് ബൈ മൈനസ് എഫ് പി ആണ്. സോ നെഗറ്റീവ് എഫ് പിയുടെ വാല്യൂ 2py. സോ 2py. ദെൻ അടുത്തത് ദാറ്റ് ഈസ് ഈക്വൽ ടു dy ബൈ അടുത്ത ഫാക്ടർ ഏതാ? മൈനസ് എഫ് ക്യൂ ആണ്. സോ നെഗറ്റീവ് ഓഫ് 2qy മൈനസ് z. ഓക്കെ, ഞാൻ എളുപ്പത്തിന് വേണ്ടി ജസ്റ്റ് താഴെ ഇതാണ് നിങ്ങൾ. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ dx ബൈ മൈനസ് 2py ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു dy ബൈ മൈനസ് എഫ് ക്യൂ ആണ്. സോ മൈനസ് എന്ത് വരും? നെഗറ്റീവ് ഓഫ് 2qy മൈനസ് z. ദെൻ അടുത്തത് dz ബൈ മൈനസ് പി ഇൻറ്റു എഫ് പി. അതായത് മൈനസ് പി ഇൻറ്റു എഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2py. ദെൻ അടുത്ത ഫാക്ടർ എന്തുവരും? 2py മൈനസ് ക്യൂ ഇൻറ്റു ബ്രാക്കറ്റ് കൃത്യമായിട്ട് കൊടുക്കുക. നെഗറ്റീവ് പി ഇൻറ്റു എഫ് പിയുടെ വാല്യൂ 2py. അത് ജസ്റ്റ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നെഗറ്റീവ് ക്യൂ ഇൻറ്റു എഫ് ക്യൂയുടെ വാല്യൂ എന്താണ്? 2qy മൈനസ് z. ജസ്റ്റ് അവിടെ കൊടുക്കുക. ദെൻ ലാസ്റ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാ വരിക? ഡി പി ബൈ ആലോചിച്ച് നോക്കുക. എഫ് എക്സിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. സോ പി ഇൻറ്റു എഫ് സെഡ് എന്ന് വരും. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാ സ്മോൾ പി ഇൻറ്റു എഫ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ക്യൂ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ എന്താ പറയുക? എഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഓക്കെ, എഫ് വൈ പ്ലസ് എന്ത് കൂടി ഉണ്ടാവും? പ്ലസ് ക്യൂ ഇൻറ്റു എഫ് സെഡ്. ക്യൂ ഇൻറ്റു എഫ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഇൻറ്റു നെഗറ്റീവ് ക്യൂ. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനിൽ നോക്കുക, നമുക്ക് ലാസ്റ്റത്തെ ഡി പി ആൻഡ് ഡി ക്യൂ ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സിൽ നമുക്ക് പി ഓർ ക്യൂ എലിമിനേറ്റ് ചെയ്തിട്ട് ക്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ലാസ്റ്റത്തെ 2 ടേംസ് ഡി പി ബൈ എന്ന് പറയുന്ന ഫാക്ടറും ഡി ക്യൂ ബൈ എന്ന് പറയുന്ന ഫാക്ടറും തമ്മിൽ എന്ത് ചെയ്യാം? കമ്പൈൻ ചെയ്യാം. അത് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു വേരിയബിൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മൾ മിക്കവാറും ചെയ്യുന്നത്. അപ്പൊ മിക്കവാറും ഈ ഒരു 2 വേരിയബിൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് മിക്കവാറും കേസിൽ എടുക്കാൻ ഉണ്ടാവുക. അപ്പൊ അതൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം. സോ
നമ്മൾ ആ ജസ്റ്റ് രണ്ട് ഫാക്ടേഴ്സ് മാത്രം നമ്മൾ ഇവിടെ എടുക്കുകയാണ്. സോ ഡി പി ഡിവൈഡഡ് ബൈ എന്ത് വരും, നെഗറ്റീവ് പി ഇൻറ്റു ക്യൂ. ഓക്കെ, ദെൻ ഡി ക്യൂ ഡിവൈഡഡ് ബൈ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ, അത് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളതാണ്. പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു എന്താവും, നെഗറ്റീവ് ക്യൂ സ്ക്വയർ. ഓക്കെ, നെഗറ്റീവ് ക്യൂ ഇൻറ്റു ക്യൂ അല്ല, അപ്പൊ നെഗറ്റീവ് ക്യൂ സ്ക്വയർ. അപ്പൊ നമുക്ക് ലാസ്റ്റ് കിട്ടിയ സംഭവം മാത്രം ഞാൻ ഇവിടെ വെച്ചേക്കാൻ ഡി പി ബൈ മൈനസ് ഡി ക്യൂ. ഇവിടെ ഉണ്ടാവും ക്യൂ സ്ക്വയറും സിമ്പിൾ ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ ഇപ്പുറം വരുന്ന ഫാക്ടേഴ്സ് നോക്കാം. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് ചെയ്യാം, ഡി പി ബൈ മൈനസ് പി ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയറും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡി ക്യൂ ഡിവൈഡഡ് ബൈ എന്ത് വരും, പി സ്ക്വയർ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടാവും അല്ലേ. സോ ഇപ്പോൾ എന്തുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒരു പി ഉണ്ട്, ഇപ്പോൾ എന്തുണ്ട്, ഒരു പി സ്ക്വയർ ഉണ്ട്. രണ്ടും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഡി പി ഡിവൈഡഡ് ബൈ പി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ പി. ഓക്കെ, ഇനി ലഗ്രാഞ്ചസ് മെത്തേഡ് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഡി പിയും ഡി ക്യൂ ആണ് രണ്ട് സൈഡിലായിട്ട് വരുന്ന വേരിയബിൾ എങ്കിൽ. അത് നമ്മൾ ജസ്റ്റ് ആ ക്ലാസ് സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡി എക്സും ഡി വൈയും ആണ് ഈക്വൽ ടു ഫോമിൽ വരുന്നതെങ്കിൽ എക്സിന്റെ കൂടെ ആയിരിക്കണം എന്തുണ്ടാവേണ്ടത്, ഫംഗ്ഷൻ ഓഫ് എക്സ് ഉണ്ടാവേണ്ടത്. അതുപോലെ ഡി വൈയുടെ കൂടെ ആയിരിക്കണം എന്തുണ്ടാവേണ്ടത്, ഫംഗ്ഷൻ ഓഫ് വൈ ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റ് പ്രകാരം നമ്മൾ ഇവിടെ നോക്കാം, ഡി പി എന്ന് പറയുന്ന ഫാക്ടർ എവിടെയാണോ അവിടെ ആയിരിക്കണം ആ കിട്ടുന്ന ഇക്വേഷനിലുള്ള കംപ്ലീറ്റ് പി ഫാക്ടേഴ്സും. ഓക്കെ, അപ്പൊ ഇവിടെ പിയുടെ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്, ഇപ്പോൾ ഉള്ള പി ആണ്. സോ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് അതിനെ എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ ആലോചിക്കുക, ഡി ക്യൂയുടെ കൂടെയുള്ള ഫാക്ടർ ഏതാ, ക്യൂ എന്ന് പറയുന്ന ഫാക്ടർ ആ ഇക്വേഷനിൽ എവിടെയുണ്ടോ അതൊക്കെ ഏത് രൂപത്തിലേക്ക് വരണം, ക്യൂവിന്റെ സൈഡിലേക്ക് വരണം. സോ ഇവിടെയുള്ള നെഗറ്റീവ് ക്യൂവിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. സോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, പി ഇൻറ്റു ഡി പി ദാറ്റ് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ക്യൂ ഇൻറ്റു ഡി ക്യൂ. ഇനി എന്ത് ചെയ്യാം, ഇതിനകത്ത് പിയും ക്യൂവും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് ഡി പി മറ്റേ സൈഡ് എന്താ ഡി ക്യൂ, ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഓൺ ഇന്റഗ്രേഷൻ എന്താവും, ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡും എന്ത് വരും, ഇന്റഗ്രൽ പി ഡി പി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ നെഗറ്റീവ് ക്യൂ ഡി ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ഇന്റഗ്രൽ പി ഡി പി എന്ന് പറഞ്ഞാൽ എന്താ, പി സ്ക്വയർ ബൈ 2 that is equal to നെഗറ്റീവ് ക്യൂ സ്ക്വയർ ബൈ 2. കാരണം എന്താ, നെഗറ്റീവ് പുറത്തെടുക്കാം, ക്യൂ ഇൻറ്റു ഡി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ സ്ക്വയർ ബൈ 2 ആണ്. പ്ലസ് എന്ത് കൂടി കൊടുക്കാം, സം C1 എന്ന് പറഞ്ഞൊരു ഫാക്ടർ കൊടുക്കാം. ദെൻ നമ്മളെപ്പോഴും ഞാൻ ആദ്യമേ പറഞ്ഞാണ്, ഫ്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ അതിനെ ത്രൂ ഔട്ട് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കോൺസ്റ്റന്റിന് അതിനകത്തായിട്ട് എന്ത് ചെയ്താൽ മതി, റീഅറേഞ്ച് ചെയ്താൽ മതി. അപ്പൊ ഇവിടെയുള്ള ഫാക്ടർ ഏതാ, 2 എന്ന് പറയുന്നതാണ് ഡിനോമിനേറ്ററിൽ വരുന്ന ഫാക്ടർ. സോ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കാം, ഇവിടെ എന്താവും, പി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ക്യൂ സ്ക്വയർ ആവുമല്ലോ, ഡിനോമിനേറ്ററിൽ എന്താവും 2 ക്യാൻസൽ ആയി, പ്ലസ് 2C1 എന്ന് വരും. ഓക്കെ, ഈ C1 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്. സോ 2C1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വേറൊരു കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ. അത് നമുക്ക് എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യാം, 2C1 is equal to ഞാൻ എന്തെടുക്കുന്നു, C എന്ന് എടുക്കുന്നു. 2C1 is equal to C എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ ഈ ഇക്വേഷനിൽ ജസ്റ്റ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം, നെഗറ്റീവ് ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞ ഫാക്ടർ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. സോ നമുക്ക് കിട്ടും പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു സി. പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഒരു ഫാക്ടർ കിട്ടും. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കിത് ചില ടെക്സ്റ്റിൽ ഇത് സി സ്ക്വയർ എന്നൊക്കെ ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവും. എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, സി സ്ക്വയറിന്റെ ആവശ്യമില്ല, നമുക്ക് തൽക്കാലം എന്ത് മതി, സി തന്നെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി 1, 2 വരെ അല്ലേ, ഇതിന് ഇക്വേഷൻ 3 എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു സി. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് ബേസ് ഇക്വേഷൻ, അതിന് നമ്മൾ എന്ത് ചെയ്തു, എഫ് ഐഡന്റിഫൈ ചെയ്തു. ആ ഐഡന്റിഫൈ ചെയ്ത ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. ദെൻ ഇത് ഇക്വേഷൻ 3 എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു സി. എന്താ ഈ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു വൈ ഈക്വൽ ടു ക്യൂ സെറ്റ് എന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്കിപ്പോൾ സോൾവ് ചെയ്തിട്ട് കിട്ടിയതാണത് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു സി എന്ന് പറയുന്ന വാല്യൂ.
ഇനി നമ്മൾ ചെയ്യുന്നത് ചാർപിറ്റ്സ് മെത്തേഡ് ചെയ്യേണ്ടത് എന്താ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, dz = pdx + qdy ആണല്ലോ. ഓക്കെ, അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് pm qവും ഇൻ ടേംസ് ഓഫ് xyz കണ്ടുപിടിക്കാന്നുള്ളതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷനും നമുക്ക് ആദ്യം dp/ഫാക്ടർ dq/ഫാക്ടർ സോൾവ് ചെയ്ത് കിട്ടുന്ന ഇക്വേഷൻ തമ്മിൽ എന്ത് ചെയ്യാം, സോൾവ് ചെയ്തിട്ട് ആ രണ്ട് ഇക്വേഷൻസ് ആക്കിയിട്ട് എഴുതാം. എന്നിട്ട് അവ തമ്മിൽ സോൾവ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വേരിയബിൾ നമുക്ക് ഏതെങ്കിലും ഒരു പിയുടെ ക്യൂയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം എന്തായി, നമുക്ക് പി കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന് ക്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, സോൾവ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കുക, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. അപ്പോൾ p² + q² എന്താണ്, c ആണ്. അപ്പൊ ഇത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞ മീനിങ് എന്താ, ഇതിലുള്ള ഒരു അൺനോൺ വാല്യൂ എനിക്ക് കിട്ടണം. ഏത് അൺനോൺ വാല്യൂ, q അല്ലെങ്കിൽ p എനിക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കാം. p² + q² c ആണ്. അതേ ഫാക്ടർ ഇക്വേഷൻ 1 ഉണ്ടല്ലോ അല്ലെ. ഇക്വേഷൻ 1 എന്തുണ്ട്, p² + q² എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ട്. അപ്പൊ എവിടെ p² + q² ഉണ്ടെങ്കിലും അവിടെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, c എന്ന് കൊടുക്കാലോ. സോ c ഇൻറ്റു, അപ്പൊ ഇക്വേഷൻ 1 സോൾവ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 നമുക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞിരിക്കുന്ന p² + q² = c എന്ന് പറയുന്ന വാല്യൂ ഇക്വേഷൻ 1 കൊടുക്കുക. സോ cy = q ഇൻറ്റു z എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ എയിം എന്താ, ഏത് p ഓർ q ആദ്യം കണ്ടുപിടിക്കുക. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ q ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് p കണ്ടുപിടിക്കുക, p ആണ് കിട്ടുന്നതെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് q കണ്ടുപിടിക്കാം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. സോ cy = qz ആവുമ്പോൾ ഇവിടുന്ന് q = മാത്രം എഴുതി വെക്കാലോ. q = എന്ത് വരും, which implies q = നമുക്ക് എന്ത് കൊടുക്കാം, which implies q = cy/z. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ സംഭവം. ഓക്കെ, അപ്പൊ q = cy/z എന്ന് കിട്ടി. സോറി, cy/z ആണ്, cy/z. അതിന് ഞാൻ ഇക്വേഷൻ 4 എന്ന് വിളിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ഇതിലേക്ക് കൊടുക്കേണ്ട q എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്താണ്, cy/z ആണ്. ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കണം, ഇനി നമ്മുടെ എയിം എന്ന് പറയുന്നത് p കണ്ടുപിടിക്കണം. q കണ്ടുപിടിച്ചു, cy/z. അപ്പൊ അവിടെ ആ ഇക്വേഷനിലുള്ളതിൽ qക്ക് പകരം നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇനി pക്ക് പകരം കണ്ടുപിടിക്കണം. pക്ക് പകരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ 3 നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ക്യൂയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പറയാം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഈ ഇക്വേഷൻ നോക്കാം, p² + q² = c ആണെങ്കിൽ p² പ്ലസ് എന്ത് വരും, cy/z ഹോൾ സ്ക്വയർ = എന്ത് കിട്ടും, 3 implies അല്ലെങ്കിൽ ഇക്വേഷൻ 4 in 3 എന്ന് പറയാം. ഇക്വേഷൻ 4 എടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, ഇക്വേഷൻ 3 കൊടുക്കുക. സോ p² + cy/z ഹോൾ സ്ക്വയർ സിമ്പിൾ ആയിട്ട് എന്ത് വരും, c എന്ന് വരും. ദെൻ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിയുടെ വാല്യൂ ആയി. അതിങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടുന്ന് p² നമുക്ക് എന്ത് പറയാം, c - cy/z ഹോൾ സ്ക്വയർ. ഓക്കെ, c - cy/z ഹോൾ സ്ക്വയർ. therefore നമ്മുടെ p = എന്ത് വരും, p = √c - cy/z ഹോൾ സ്ക്വയർ ആണല്ലോ. c - cy/z ഹോൾ സ്ക്വയർ. ഇവിടെ a/b ഹോൾ സ്ക്വയർ എന്ന് നമുക്കറിയാം a²/b² ആണ്. സോ ആ ഫാക്ടർ മാത്രം ഞാൻ ജസ്റ്റ് ഇവിടെ p = ശ്രദ്ധിക്കുക, c² y² എന്നാണ്. അപ്പോൾ √() എന്ത് വരും, c - c² y² / എന്ത് വരും, z². ഓക്കെ, ദെൻ ജസ്റ്റ് ഈ c z കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ c × z². ഓക്കെ, c × z² മൈനസ് c² y² ഹോൾ / z². ഓക്കെ, ഇനി നമുക്കറിയാം √a/b എന്ന് പറഞ്ഞാൽ എന്താ, √a/√b ആണ്. സോ ഈ ഫാക്ടർ എന്തായിട്ട് വരും, p = √(c × z² മൈനസ് c² y² ഹോൾ / √z² എന്ന് പറഞ്ഞാൽ എന്താണ്, √z² എന്ന് പറഞ്ഞാൽ z ആണ്. ഓക്കെ, അപ്പൊ കുറച്ച് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട് ഈ റൂട്ടൊക്കെ വരുന്ന സമയത്ത്. അപ്പൊ ശ്രദ്ധിച്ച് ഇതിന് അങ്ങോട്ടേക്കുള്ള പോർഷൻ ശ്രദ്ധിച്ച് കേൾക്കുക. 1-2 തവണ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണാം. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സിംപ്ലിഫിക്കേഷൻ മാത്രമാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആലോചിക്കുക. അപ്പൊ ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന എപ്പോഴും
നമ്മുടെ മനസ്സിൽ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ കിട്ടുന്നതാണ് പിന്നീട് അങ്ങോട്ടേക്കുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എളുപ്പം. അതായത് ഇവിടെ ഇപ്പം ചിലപ്പോൾ ഇത് അതുപോലെ എടുത്തിട്ട് ഈ ഇക്വേഷൻ കൊടുത്താൽ അവിടെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പണിയാവും. അതിനെക്കാട്ടും നല്ല എന്താ, നമുക്ക് കിട്ടുന്ന പിയുടെയും ക്യൂടെയും വാല്യൂ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലാക്കിയതിനു ശേഷം മാത്രം എന്തിനു കൊണ്ട് കൊടുക്കുക, dz = pdx + qdy എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊണ്ട് കൊടുക്കാം. അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ക്യൂ വാല്യൂ ഓൾറെഡി cy/z എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തും കൂടി കിട്ടി, ക്യൂ വാല്യൂ ഓൾറെഡി കിട്ടി, പി വാല്യൂയും കിട്ടി. അതിന് ഞാൻ ഇക്വേഷൻ 5 എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഇക്വേഷൻ 4 ഇവിടെ ഉണ്ട്, നമ്മുടെ ക്യൂ വാല്യൂ. ഓക്കെ, ദെൻ നമ്മുടെ എന്ത് കിട്ടി, പി വാല്യൂയും കിട്ടി. Therefore നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സൊല്യൂഷൻ ബൈ ചാർപിറ്റ്സ് മെത്തേഡിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, dz = pdx + qdy ആണ്. പിയുടെയും ക്യൂടെയും വാല്യൂ ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ dz = പിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താ, √cz² - c² y² / z. അടുത്ത എന്ത് വരും, ഇൻറ്റു എന്തുണ്ടാവും, ഈ ഫാക്ടർ dx എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടാവും, dx പ്ലസ് എന്ത് വരും, ക്യൂയുടെ വാല്യൂ എന്ന് പറയുന്നത് cy/z ആണ്, അത് അവിടെ കൊടുക്കുക, cy/z × dy. ഓക്കെ, ദെൻ ശ്രദ്ധിക്കുക, ഇവിടെയും ഡിനോമിനേറ്റർ z ഉണ്ട്, അടുത്ത ഫാക്ടറിലും ഡിനോമിനേറ്റർ z ഉണ്ട്. സോ കോമൺ ആയിട്ട് നമുക്ക് എന്തെടുക്കാം, z കോമൺ ആയിട്ട് എടുക്കാം. സോ cz² - z² √dx പ്ലസ് cy × dy /z. അതാണ് എന്ത്, dz. ഓക്കെ, ഇനി നമുക്കറിയാം dz എന്ന് പറയുന്ന ഫാക്ടർ അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ആയിരിക്കണം നമുക്ക് എന്ത്, z-ന്റെ ഫാക്ടർ ഉണ്ടാവേണ്ടത്. സോ ഇപ്പോഴുള്ള ഈ ഡിനോമിനേറ്ററിന്റെ ഫാക്ടറിൽ ആദ്യം എടുക്കാം. സ്റ്റിൽ z-ന്റെ ഫാക്ടേഴ്സ് അവിടെ ഉണ്ടാവും, അതെങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെയുള്ള dz ഇപ്പോഴുള്ളത് കൊണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് കൊണ്ട് നമ്മൾ z എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, തിരിച്ച് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയിട്ട് z-നെ ഇപ്പുറത്തേക്ക് എത്തിക്കുന്നു. അപ്പൊ എന്താ, z × dz = മറ്റൊരു ഫാക്ടർ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഫാക്ടർ ജസ്റ്റ് ഞാൻ ഇവിടെ എഴുതി വെക്കാണ്. ദെൻ ശ്രദ്ധിക്കാം, ഇവിടെ എന്താണ്, c ഉണ്ട്, c² ഉണ്ട്. c എന്ന് പറഞ്ഞ ഫാക്ടർ കോമൺ ആണ്. സോ എന്ത് വരും, √c × z² - cy² dx പ്ലസ് cy dy. ദെൻ നമ്മൾ z × dz that is equal to √c, √a × b എന്ന് പറഞ്ഞാൽ √a × √b ആണ്. സോ √c × √z² - cy² × dx പ്ലസ് cy dy. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി നോക്കുക, ഈ ഫ്രാക്ഷണൽ പാർട്ടുള്ള ഈ ഭാഗം, അതിന്റെ ഉള്ളിലുള്ള ഫാക്ടർ നോക്കുക. z ഉണ്ട്, cy ഉണ്ട്, ഇത് രണ്ടും ഒരുമിച്ചാണല്ലോ ഉള്ളത് അല്ല. z-ഉം cy-യും റൂട്ടിന്റെ ഉള്ളിൽ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, കുറച്ച് പണിയാണ്. സോ ആ സംഭവം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ആ സ്ഥലം അതുപോലെ തന്നെ അവിടെ വെക്കുകയാണ്. അപ്പോ z ഉള്ളതും y ഉള്ളതുമായിട്ടുള്ള ടേമിനെ ജസ്റ്റ് കമ്പൈൻ ചെയ്താൽ പറ്റുമോ നോക്കാം. ഇത് ആ രീതി ഫോളോ ചെയ്താൽ മാത്രം നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും. ആ കാര്യം ഓർമ്മയുണ്ടാവണം. സോ ഞാൻ ചെയ്യുന്നത് ഈ ഫ്രാക്ഷണൽ പാർട്ടിനെ മാത്രം ഇവിടെ വെക്കുന്നു. അതിന്റെ കാരണം കൂടി ജസ്റ്റ് മനസ്സിലാക്കുക. ഫ്രാക്ഷണൽ പാർട്ടിന്റെ ഉള്ളിലുള്ളത് z-ഉം y-യും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണ്. സോ ആ y-യും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന dy-യും അതുപോലെ z-ഉം dz-ഉം അത് തമ്മിൽ എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്താ വരിക നോക്കുക, z × dz മൈനസ് cy × dy that is equal to എന്ത് വരും, √c × എന്ത് വരും, z² മൈനസ് cy² dx. ഓക്കെ, ദെൻ നമ്മള് സാധാരണ രീതിയിൽ z-ഉം y-യും ഒക്കെ എന്ത് വന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. അപ്പൊ ഇവിടെ എന്തേ കൊണ്ടു, ഇവിടെയുള്ള z-ഉം y-യും ഒക്കെ എന്ത് ചെയ്യാം, ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇത്രേ ഉള്ളൂ. 3 വേരിയബിൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു വേരിയബിളിന് ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിലും ബാക്കി 2 വേരിയബിളിന് അപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന രീതിയിലൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. അതാണ് ഇതിന്റെ ബേസ് ഐഡിയ എന്ന് പറയുന്നത്. പക്ഷെ ആ റീഅറേഞ്ച്മെന്റ് ഒരു ജനറൽ മെത്തേഡ് ആയിട്ട് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോ പ്രോബ്ലത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാറി മാറി വരും. ഓക്കെ, അപ്പൊ ഇവിടെ തൽക്കാലം
ഇത്ര വരെ ആലോചിക്കുക. ഇത്ര വരെ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടറിന് അതിന്റെ ഡി എക്സ് അതിനൊപ്പം അവിടെ വെച്ചിട്ട് കാര്യമില്ല. കാരണം ഡി എക്സ് ഇവിടെ സെഡും വൈ ആണ്, സെഡിന്റെയും വൈന്റെയും ഡി സെഡ് ഡി വൈ ഒക്കെ എന്താണ് ഇപ്പറാണുള്ളത്. സോ അതിനെന്ത് ചെയ്യാം, ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ കൊണ്ടുവരുന്ന സമയത്ത് എന്ത് വരും, ഡിനോമിനേറ്ററിലേക്ക് വരും. സോ സെഡ് ഇൻറ്റു ഡി സെഡ് മൈനസ് സി വൈ ഇൻറ്റു ഡി വൈ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എന്ത് വരും, റൂട്ട് ഓഫ് സെഡ് സ്ക്വയർ മൈനസ് സി വൈ സ്ക്വയർ. ഓക്കെ, ഡി എക്സിന് എടുക്കരുത്. അതിന്റെ കാരണം എന്താ, ഡി എക്സ് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ വേരിയബിൾ ആണ്, അവിടെ ബാക്കി വെച്ചു. ബാക്കിയുള്ള ഫാക്ടേഴ്സിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോഴത്തെ സൈഡിൽ കൊണ്ടുവരുന്നു. അപ്പൊ റൂട്ട് സി എടുത്താലും എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ റൂട്ട് സി ഫ്രാക്ഷൻ പാർട്ട് വരാത്തതിനെക്കാട്ടും നല്ല എന്താ, റൂട്ട് സി നമുക്ക് വലിയ ഉപദ്രവം ഉണ്ടാക്കാത്ത സംഭവം ആയതുകൊണ്ട് അതിനെ ഞാൻ അവിടെ തന്നെ വെക്കുകയാണ്. സോ റൂട്ട് സി ഇൻറ്റു ഡി എക്സ്. ഇനി അങ്ങോട്ടേക്കുള്ളത് കുറച്ച് നന്നായിട്ട് ആലോചിച്ചാലേ കിട്ടുമല്ലോ. ഇതിനെനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക. താഴെയുള്ളതിന്റെ ഡെറിവേറ്റീവ് സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. താഴെ ഒരു എഫ് ഓഫ് എക്സ് ഉണ്ട്, അതിന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലുള്ളതെങ്കിൽ, താഴെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് എക്സ്, അതിന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലുള്ളതെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ലോഗ് മോഡൊക്കെ ഉണ്ട്, നമുക്ക് അതൊന്നും ആവശ്യമില്ല, ലോഗ് എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, ഇന്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് വന്നു കഴിഞ്ഞാൽ ലോഗ് എഫ് ഓഫ് എക്സ് ആണ്. ഇത് നമ്മൾ +2 പഠിക്കുന്ന റിസൾട്ട് ആണ്. ദെൻ അടുത്തത് താഴെ ഒരു ഫംഗ്ഷൻ എന്താണ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് മുകളിലുള്ളത് എങ്കിൽ ഇതിന് നമുക്ക് എന്തായിട്ട് എടുക്കാം, ഇതിനെ ജസ്റ്റ് റൂട്ട് എഫ് ഓഫ് എക്സ് എന്ന്, 2 റൂട്ട് എഫ് ഓഫ് എക്സ് എന്ന് വരും. ഓക്കെ, എങ്ങനെയാണ് വരുന്നത്? ജസ്റ്റ് എഫ് ഓഫ് എക്സിന് വേറെ എന്ത് കൊടുക്കുക, യു കൊടുക്കുക. ദെൻ മുകളിലത്തെ എന്താവും, ഡി, ഈ പറഞ്ഞിരിക്കുന്ന ഡെറിവേറ്റീവ് ഡി യു എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറും, ഡി എക്സ് എന്നുള്ളൊരു ഫാക്ടറായിട്ട് മാറും. സോ അതങ്ങനെ ഡി യു ബൈ റൂട്ട് യു വരും. ഡി യു ബൈ റൂട്ട് യു നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ 2 റൂട്ട് യു എന്നുള്ളൊരു ഫോമിലേക്ക് വരും. യു തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് അതിന്റെ പ്രൂഫ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞത്. അന്ന് തൽക്കാലം നിങ്ങൾ പഠിക്കേണ്ട, 2 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ്. ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇന്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസിക്കൽ ലോഗ് എഫ് ഓഫ് എക്സ് പ്ലസ് എന്തുണ്ടാവും, ഒരു ഫാക്ടർ കോൺസ്റ്റന്റ് ഉണ്ടാവും, പ്ലസ് സി, അതുപോലെ ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. ദെൻ ഇന്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ് വന്നു കഴിഞ്ഞാൽ 2 റൂട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് സി ആയിരിക്കും. ഓർമ്മിച്ച് നോക്കാം. ദെൻ ആ ഇന്റഗ്രൽ ഫാക്ടർ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കാം. താഴെയുള്ളതിന്റെ ഡെറിവേറ്റീവ്, ഡെറിവേറ്റീവ് എന്താ വരിക, ടോട്ടൽ ഡെറിവേറ്റീവ് അല്ല, നമ്മൾ നിങ്ങൾ പാർഷ്യൽ ഡെറിവേറ്റീവ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും ടോട്ടൽ ഡെറിവേറ്റീവ് എന്നുള്ളൊരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് വിത്ത് റെസ്പെക്ട് എന്താന്ന് പറയാതെ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ എന്താ ചെയ്യാം, സെഡ് സ്ക്വയറിന്റെ എന്താ 2z ആണ് ആണല്ലോ. സെഡ് സ്ക്വയറിന്റെ 2z, അതിനൊരു സെഡ് ഉണ്ട്. കോൺസ്റ്റന്റ് ആൾക്കാരെ മൈൻഡ് ചെയ്യേണ്ട, കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറ്റും. സെഡ് സ്ക്വയറിന്റെ 2z ആണ് ഡെറിവേറ്റീവ് വരുന്നത്, അതിനൊരു സെഡ് ഉണ്ട്, ഇൻറ്റു ഡി സെഡ് എന്നുള്ള ഫാക്ടർ ഉണ്ട്. ഓക്കെ, ദെൻ ആലോചിച്ച് നോക്കാം. വൈ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് ഉണ്ട്, സി വൈ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് 2cy ആണ്. അവിടെ ഒരു 2യുടെ കുറവുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. സെഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2z ആണ്. അതുപോലെ സി വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ജസ്റ്റ് എന്താണ്, ജസ്റ്റ് 2cy ആണ്. പക്ഷെ വെറുതെ ഇങ്ങനെ ഒരു 2 ഇട്ട് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്താ, ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പഴയ പോലെ തന്നെ ആയാലും ഒരു റീഅറേഞ്ച്മെന്റ് ആണ്. ഇപ്പൊ എന്തായി, താഴെയുള്ള ഫാക്ടർ ഇതൊരു എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു ഫാക്ടർ ആയിട്ട് എടുത്താല് അതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് ആണ് ഇവിടെ വരുന്നത്, ഇതിന്റെ മുകളിൽ വരുന്നത്. ഓക്കെ, അപ്പോ ഈ ഫാക്ടറിന്, ഈ കംപ്ലീറ്റ് ഫാക്ടറിനെ നമുക്ക് എങ്ങനെ എഴുതാം, ശ്രദ്ധിക്കുക. കംപ്ലീറ്റ് ഫാക്ടറിന് 1/2 ഇൻറ്റു നോക്കാം ഡെറിവേറ്റീവ് ഓഫ് ഏത് സെഡ് സ്ക്വയർ മൈനസ് എന്തൊരു സി വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എന്തൊരു സെഡ് സ്ക്വയർ മൈനസ് സി വൈ സ്ക്വയർ. ശ്രദ്ധിക്കുക, ഡെറിവേറ്റീവ് ഓഫ് സെഡ് സ്ക്വയർ മൈനസ് സി വൈ സ്ക്വയർ തിരിച്ച് അങ്ങോട്ടേ കണ്ടുവെക്കാം. ഡെറിവേറ്റീവ് എന്താ പറയാ, സെഡ് സ്ക്വയറിന്റെ 2z ഇൻറ്റു dz മൈനസ് എന്ത് വരും, സി വൈ സ്ക്വയറിന്റെ 2cy ഇൻറ്റു
dy. വിത്ത് റെസ്പെക്ട് എന്താന്ന് പറയുന്നില്ലല്ലോ, ജസ്റ്റ് ഡി ബൈ ഡി ഈ പറഞ്ഞിരിക്കുന്ന ഡി സെഡ് എന്ന് പറയുന്നതിന് മാത്രം സെഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതണം, നമുക്ക് ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഓക്കെ ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. ഇത് കഴിഞ്ഞ ഇതിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ സാധനം ഡി സെഡ് ഇസ് ഇക്വൽ ടു ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമുക്ക് ഈ രൂപത്തിൽ കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിക്കുന്ന ഒരു റിസൾട്ട് ആണ്. അപ്പൊ ജസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഐഡിയ നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 2z ഇൻറ്റു ഡി സെഡ് മൈനസ് 2cy ഇൻറ്റു ഡി വൈ. എന്ത് തന്നെയാണ്, ഇവിടെ ഒരു 1/2 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടുക, ഡി സെഡ് മൈനസ് CY ഇൻറ്റു ഡി വൈ തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പൊ അത് ഓർമ്മിക്കാം. സോ ഇതിനെ ഞാൻ ഈ രീതിയിൽ റീഅറേഞ്ച് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, √c ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഞാൻ ഇതിനെ ഡയറക്റ്റ് അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആലോചിക്കുക, 1/2 ഇന്റഗ്രൽ ഓഫ് ഡി ഓഫ് ഡെറിവേറ്റീവ് ഓഫ് സി സ്ക്വയർ മൈനസ് CY സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് z സ്ക്വയർ മൈനസ് CY സ്ക്വയർ ഇൻറ്റു എന്ത് വരും, വിത്ത് റെസ്പെക്ട് ടു എന്നുള്ളൊരു ഓർഡർ ജസ്റ്റ് മനസ്സിലാക്കുക. ഏതാണെന്ന് പറയാൻ പറ്റില്ല, എന്താണ് z ആൻഡ് y ആണ്. ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രൽ എന്ത് വരും, സി ഡി എക്സ് ആണ്. അവിടെ പ്രത്യേകം ഫാക്ടർ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഡെറിവേറ്റീവ് എന്നുള്ള രീതി കൊടുത്തതുകൊണ്ട് ഫാക്ടറിന്റെ ആവശ്യം വരുന്നില്ല. ഇനി ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഈ ഫാക്ടർ ഇനിയിട്ടും ഇതിലെ സെക്കൻഡ് റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്താ ഉള്ളത്, താഴെ ഒരു എഫ് ഓഫ് എക്സ് z സ്ക്വയർ മൈനസ് CY സ്ക്വയറിനെ ഒരു എഫ് ഓഫ് എക്സ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് അല്ലേ മുകളിലുള്ളത്, അല്ലെ, അതിന്റെ ഡെറിവേറ്റീവ് ആണ് ഈ മുകളിൽ വരുന്ന സംഭവം. അതിനാണ് ഞാൻ ഡി ഓഫ് എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് മുകളിൽ വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന റിസൾട്ട് ഡയറക്റ്റ് അങ്ങ് കൊടുത്തേക്കാം. എന്ത് വരും, 1/2 ഇൻറ്റു 2 ഇൻറ്റു എന്ത് വരും, ഇവിടെ വരുന്ന എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ് ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, 2 √f ഓഫ് എക്സ് ആണ്. ഇവിടെ എഫ് ഓഫ് എക്സിന് പകരം എന്താണ്, z സ്ക്വയർ മൈനസ് CY സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പൊ എന്ത് വരും, √c ഇൻറ്റു ഡി എക്സ്. ഇന്റഗ്രൽ ഡി എക്സ് എന്താ, എക്സ് ആണ്. സോ എക്സ് പ്ലസ് അനദർ കോൺസ്റ്റന്റ് സം C1 എന്ന് കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായി, 2 2 ക്യാൻസൽ ചെയ്യുക. നമ്മുടെ സൊല്യൂഷൻ എവിടെയായി, ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ, ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടും, അവിടെ ബാക്കി ഫാക്ടർ വരുന്ന ഏതാ, ഫൈനൽ സൊല്യൂഷൻ റൂട്ട് z സ്ക്വയർ മൈനസ് CY സ്ക്വയർ ഇസ് ഈക്വൽ ടു √c(x) പ്ലസ് സം C1. ഇതാണ് തന്നിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്തായിരുന്നു പറഞ്ഞത്, p സ്ക്വയർ പ്ലസ് q സ്ക്വയർ ഇൻറ്റു y is equal to some qz ഫോമിലുള്ള ഇക്വേഷന്റെ സൊല്യൂഷൻ ആണത്. സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. റൂട്ട് ഓഫ് z സ്ക്വയർ മൈനസ് CY സ്ക്വയർ ഇസ് ഈക്വൽ ടു √c(x) പ്ലസ് C1. ഓക്കെ, കുറച്ച് കൺഫ്യൂഷൻസ് ഈ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടാവും. നമുക്ക് ഇതുപോലുള്ള പ്രോബ്ലംസ് 1 2 ചെയ്യാം. അപ്പം കുറച്ചും കൂടി നല്ല വൃത്തിക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ താങ്ക് യു.